ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് ഈവനിങ്. ഇന്ന് ആക്ച്വലി വാവുബലിയുടെ തലേദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോവാം മോളെയും വിളിച്ചുകൊണ്ട്. അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോയി. ഞാൻ നല്ല മഴയായിരുന്നു തലേദിവസവും, അത് വാവിൻ്റെ അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ മഴ ഇച്ചിരി ഒന്ന് കുറയട്ടെ എന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ രക്ഷയില്ല, 5:30 ആയിട്ടുണ്ട്. വൈകിട്ട് 5:30 ആയി. അവൾക്ക് ഇന്ന് എക്സാം കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എക്സാം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ ഡോറൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ നല്ല തണുപ്പും കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ ഇന്ന് എന്തായാലും പോകണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പോകുന്ന ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് മഴയായ കാരണം എൻ്റെ ഫോണ് ചിലപ്പം താഴെ വീഴുകയോ നനയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങി. പിന്നെ അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മെയിൻ എൻട്രൻസ് ആണ്, ഞങ്ങൾ പോയ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. എനിക്കങ്ങനെ എടുക്കാനൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് മാത്രം ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സമാധാനം കിട്ടുന്ന നല്ലൊരു സറൗണ്ടിങ് ആയിരുന്നു. പിന്നെ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് നന്നായിരുന്നു. പിന്നെ ഒരു ചെറിയ ഒരു മഴ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ചൊന്ന് മഴ കുറഞ്ഞു. പിന്നെ അതിൻ്റെ ചുറ്റും തന്നെ നല്ല വലിയ ഗ്രൗണ്ടും കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൂക്കട, നല്ല മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കടയുടെ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും മുല്ലപ്പൂ അതിൻ്റെയൊക്കെ നല്ല മണം. പിന്നെ അങ്ങനെ ആ സറൗണ്ടിങ്സ് ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ നമ്മൾ എൻട്രൻസിൽ വന്നു. എന്നിട്ട് നമ്മൾ തൊഴാനായിട്ട് കയറി. പിന്നെ എല്ലാ അമ്പലത്തിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോൺ അകത്തോട്ട് അലൗഡ് അല്ല. ലൈക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അകത്ത് നിന്ന് ഫോൺ സംസാരിക്കാനോ ഒന്നും അലൗഡ് അല്ല. അതെല്ലാ അമ്പലത്തിലെ പോലെ ഇവിടെയും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് എന്തായാലും ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ എൻട്രൻസ് വരെ ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതിട്ട് ഇറങ്ങുമ്പോഴാണ് ഫോൺ എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു അമ്പലം കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകാല് ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ അകത്തോട്ട് കയറുന്നത്. നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എപ്പോഴും ഒന്ന് കുളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കൈയും കാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കയറാറുണ്ട്. ഇത് നേർച്ചയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും ആരുടെയോ നേർച്ച അരി ഒക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് അമ്പലത്തിൻ്റെ. കണ്ടില്ലേ, മൊത്തം നനഞ്ഞിരിക്കുകയാണ്. അപ്പം നടക്കാൻ തന്നെ ആക്ച്വലി സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ചറുക്കി വീഴാമെന്നുള്ള ഒരു ചെറിയൊരു അമ്പലക്കുളമാണ്. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുടയും പിടിച്ചും കൊണ്ടാണ് പോകുന്നത്. ഇറങ്ങാനും തന്നെ പേടിച്ചാണ് ഞാൻ ഇറങ്ങുന്നത്. എപ്പോൾ വേണമെങ്കിലും, ബിക്കോസ് അവിടെ നല്ല വഴുക്കലുണ്ട്. അവിടെ ആക്ച്വലി ബോർഡിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കുട പിടിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് വന്നു. പിന്നെ മോളെ ഞാൻ പറഞ്ഞു പതുക്കെ പോകണം. പിന്നെ അവർ നല്ല സേഫ്റ്റി ഉണ്ട് കേട്ടോ. സേഫ്റ്റിക്കായിട്ട് അവർ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പതുക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇത് വാഷ്, നമ്മൾ കുളിച്ചിട്ടൊക്കെ ഫ്രഷാ വരികയാണെങ്കിൽ പോലും നല്ലപോലെ ഇവിടെയും ഒന്ന് വെള്ളം തളിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്നത്. പിന്നെ കയറി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് ഇരിക്കുമ്പോൾ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോയി. പിന്നെ ഇറങ്ങുമ്പോഴും ചെറിയൊരു മഴ ചാറൽ ഉണ്ടായിരുന്നു. പിന്നെ ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടില്ല, ഒരു കുട്ടി ബേബി ബോയിനെ കൃഷ്ണൻ നടക്കുന്നത് പോലെയല്ലേ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടി നിക്കറും പിന്നെ ഷർട്ടും ഒക്കെ. എനിക്ക് പെൺകുട്ടി ആയത് കാരണം എനിക്കതൊന്നും എടുക്കാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് ഷർട്ടും പാൻറ്റ് ട്രൗസേഴ്സൊക്കെ. അത് ബോയ് ബേബീസ് ഇങ്ങനെ ഇട്ട് നടക്കുമ്പോഴൊക്കെ കൃഷ്ണൻ നടക്കുന്നത് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട്. പിന്നെ അത് നമുക്ക് അന്നദാന മണ്ഡപമാണ്. ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് അന്നദാനം തരുന്നത്. അപ്പോൾ അന്നദാന മണ്ഡപത്തിലാണ്
രാമായണ വായന ഉണ്ടായിരുന്നത്. ഈ ഒരു രാമായണ മാസം എല്ലാവർക്കും ആ ഒരു പുണ്യം, ആ ഒരു ബ്ലെസ്സിങ്, അനുഗ്രഹം കിട്ടാനായിട്ട് നല്ല ഒരു കാര്യമാണ് അമ്പലക്കാർ ചെയ്യുന്നത്. ഈ വർഷം തൊട്ടാണ് ആക്ച്വലി ഇത് ഇവിടെ തുടങ്ങിയത്. പിന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് ദീപാരാധന തൊഴുതിട്ട് ഇവിടെ വന്നിരുന്ന് രാമായണമൊക്കെ കേട്ടു. കുറച്ച് ഭജന ഉണ്ടായിരുന്നു അവരുടെ, പിന്നെ മംഗളം പാടുന്നത് ലാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കേട്ട് കുറേ നേരം കേട്ടിരുന്നു. എനിക്കങ്ങനെ രാമായണം വായിക്കാനൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ രാമായണം ബുക്കില്ല. ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്കുണ്ട്, പിന്നെ നാരായണീയം ബുക്കുണ്ട്. ഇതെല്ലാം ഹിന്ദി വേർഷൻ്റെ ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. മലയാളം എനിക്കങ്ങനെ എഴുതാനും വായിക്കാനും എനിക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ബോംബെ ബേസ്ഡ് പേഴ്സണാണ്. പക്ഷെ അതെനിക്ക് പറയാൻ തന്നെ സത്യം പറഞ്ഞ നാണക്കേടാണ്. മദർ ടങ് മലയാളം ആയിട്ട് നമ്മളത് പഠിച്ചില്ലല്ലോ എന്നുള്ളത്. പിന്നെ അവിടെ പഠിച്ചത് ബോംബെയിലായത് കൊണ്ടാണ് എനിക്ക് അതറിയത്തില്ല. പിന്നെ ആക്ച്വലി ഇവർ പറയുന്നതെങ്കിലും നമുക്ക് കേട്ടിരിക്കാം. പിന്നെ ചില ശ്ലോകത്തിൻ്റെ അവർ അർത്ഥവും കൂടെ പറയുന്നുണ്ട്, ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും. അങ്ങനെ കുറച്ച് നേരം കേട്ടിരുന്നിട്ട് ചേട്ടൻ്റെ കൂടെ വീട്ടിൽ വന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഒരു 4 o'clock കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി. ഞങ്ങൾ ആക്ച്വലി ടാർഗറ്റ് നേരത്തെ ഇട്ടത് 5:30 വീട്ടിൽ നിന്ന് ബലിയിടാനായിട്ട് ഇറങ്ങണം എന്നാണ്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ബലിയിടാനായിട്ട് പോയത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു. എനിക്കതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നല്ല ഇരുട്ടും കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. മോളത കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. രാവിലെ അവളും 4 മണിക്ക് എണീറ്റ് കുളിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വിളക്കൊക്കെ വെച്ചിട്ടാണ് ബലിയിടാനായിട്ട് പോകുന്നത്. അപ്പം വിളക്ക് വെച്ച് തൊഴുതു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഫോട്ടോയിലും ഞാൻ ഒന്ന് തൊഴുതിട്ടാണ്, എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ ഫോട്ടോയിലും കൂടെ ഒന്ന് തൊഴുതിട്ടാണ് ഇറങ്ങാറ്. അതേപോലെ ഫോട്ടോയിലും കൂടെ നമ്മൾ എല്ലാവരും ഒന്ന് തൊഴുതു. അങ്ങനെ ബലിയിടാൻ തുടങ്ങിയിട്ട് ഇത് 5th ഇയറാണ്, 5ാമത്തെ വർഷത്തിൻ്റെ ബലിയാണ് ഞാൻ ആക്ച്വലി അച്ഛനായിട്ട് ഞാൻ ഇട്ടത്. അച്ഛനെ ഇതുവരെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. 5 വർഷമായി. ഇപ്പോഴും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആളില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അത് പറയുമ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അവരുടെ പാരൻസ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും. ഹി വാസ് മൈ സ്ട്രെങ്ത്. ഹി ജസ്റ്റ് ഡിസപ്പിയർഡ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു.